Hi friends, welcome back to my channel. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് വെജ് മഞ്ചൂരിയൻ. കണ്ടോ, വീണ്ടും അതൊന്ന് ചെറുതായി ഏറ്റവും റെഡിയായി. ഇനി ക്യാബേജ് റെഡിയായി. അതിൻ്റെ ലീഫ് അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കാം. വെജിറ്റബിളും കട്ട് ചെയ്തെടുത്തു, ജിഞ്ചർ ഗാർലിക്കും. ഇനി നമുക്ക് വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ക്യാരറ്റ് ചെറിയ ബോളിൽ ഇത്ര ക്യാരറ്റ് എടുക്കാം. കാബേജ്, ക്യാപ്സിക്കം, വൈറ്റ് പോർഷനും കുറച്ചുകൂടി ഇടാം. ബീൻസ്, ജിഞ്ചർ, വെളുത്തുള്ളി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, മൈദ, കോൺഫ്ലവർ, സോൾട്ട് ആഡ് ചെയ്യാം, പെപ്പർ പൗഡർ. ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ മിക്സ് ചെയ്തെടുക്കാം. എടുത്ത മിക്സ് എണ്ണയിലിട്ട് വറുത്ത് പോരാം. ചൂടായ എണ്ണയിലോട്ട് ഇനി ഈ മിക്സ്ചറിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുട്ടിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. റഫായിട്ട് ഇടണതാണ് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ ഭംഗി. ആയിട്ടില്ല, കുറച്ചുകൂടി വേണം. നല്ല ടേസ്റ്റായിട്ടായി ബോൾസ് കഴിക്കാൻ. ഇത് ഒരു സോസും ചേർക്കാതെ തന്നെ കുട്ടികൾക്കൊക്കെ ബെസ്റ്റാണ്. കാരണം എല്ലാ വെജിറ്റബിൾസും ഒരുവിധമൊക്കെ ചേർന്നത് കൊണ്ട്. അപ്പം ഇതായി, നമുക്കിത് എടുക്കാം. ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അതൊന്ന് കളറ് ഇതായി വരും. ഞാനിത് സർക്കിൾ ഷേപ്പ് ആക്കാതെയാണ് കേട്ടോ. എനിക്ക് സർക്കിൾ ഷേപ്പ് ഇഷ്ടമില്ലാത്തത്. ഇത് ടീ സ്നാക്കാക്കിയിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്.
അപ്പം അതും ആയിക്കൊണ്ടിരിക്കുന്നു. വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കേണ്ട ഒരു സമയമുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുക്കിങ്ങിൽ എപ്പോഴും ക്ഷമയാണ് ആവശ്യം. അതനുസരിച്ച് അങ്ങനെ നല്ല നല്ല ടേസ്റ്റായിട്ട് വരും. അത് അരിയുന്നിടത്തും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നിടത്തൊക്കെയാണ് കുക്കിങ്ങിന് ടേസ്റ്റ് വരുന്നത്, ഓരോ ഡിഷും. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്ക്, അപ്പോഴേ അത് അറിയുള്ളൂ. അപാര ടേസ്റ്റാണ്. ഇനി ഇതിൽ സോസ് ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി സോസും ഗാർലിക് ജിഞ്ചർ എല്ലാം കൂടി വരുമ്പോൾ അതിലും രസമായിരിക്കും. അപ്പം ഇതായി, ഇതെടുക്കാം. വെജിറ്റബിൾ ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ എണ്ണ ചൂടാകുമ്പോൾ സോസ് റെഡിയായിട്ട് എടുക്കാം. 1 സ്പൂൺ എണ്ണയിലോട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ, ഇതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫ്, കുറച്ച് ലീഫ് ഇടാം. ഇതിലോട്ട് സോസുകൾ ആഡ് ചെയ്യാം. സോയാ സോസ് ഈ സ്പൂണിൽ 2 സ്പൂൺ സോയാ സോസ്, റെഡ് ചില്ലി സോസ് 1 സ്പൂൺ, വിനെഗർ 1 സ്പൂൺ, കുറച്ച് ഉപ്പ്, പെപ്പർ, ഇനി നമുക്ക് ബോൾസ് ഇതിലിടാം. മിക്സ് വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡിയായി. നമുക്കത് സർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇത് സോസ് ഇല്ലാതെ നമുക്ക് ടീ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, സോസോട് കൂടി ഉപയോഗിക്കാം.